നമസ്കാരം. വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ലക്ഷ്മി ജി നായരാണ്. പട്ടയങ്ങാട്ട് ശ്രീ ഗോപാലൻ നായരുടെയും ശാരദ ജി നായരുടെയും ഏക മകൾ. ചേലേമ്പ്ര കൊളക്കാട് താമസം. ഭാരതീയ വിദ്യാഭവനിൽ ടീച്ചർ. ബിന്ദുലക്ഷ്മി എന്ന കുട്ടി എന്നറിയപ്പെടുന്നത് ലക്ഷ്മി ജി നായരായിട്ടാണ്. സ്വാഗതം ലക്ഷ്മി, സ്വാഗതം. നമസ്തേ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ സുഖമായിട്ട് പോകണം. സ്കൂൾ ജീവിതം അങ്ങനെയുണ്ട്? അതെ, സ്കൂളിൽ ഇപ്പോൾ റീജോയിൻ ചെയ്തു. മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഭവൻസിൽ. അവിടെ നിന്നാണ് ഒരു ട്വിസ്റ്റ്. അതെ, പിന്നെ ഞാൻ കുറച്ച് വർഷം ഒരു ബ്രേക്ക് ആയിരുന്നു. ഒരു 9 years കഴിഞ്ഞിട്ട് ഇപ്പോൾ റീജോയിൻ ചെയ്തു. 14 വർഷത്തോളം അന്ന് ജോലി ചെയ്തു. 2001 തൊട്ടിട്ട് 2014 വരെ അവിടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം PG ചെയ്യാനൊക്കെ വേണ്ടി നിർത്തി. അച്ഛന് സുഖമില്ലാണ്ടായിട്ട് അങ്ങനെ അതെ റിസൈൻ ചെയ്തു. പിന്നെ വേറെ 1-2 സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, കുട്ടിക്കാലത്തെ ഭക്തി ഉള്ളതാണ്. പാരായണവും പഠനവും അമ്പലങ്ങളിൽ പോകും, നാമജപമൊക്കെ ചെറുപ്പത്തിലേ പോകുന്നൊരു കുട്ടി. പിന്നെ ഭക്തിമാർഗത്തോട് അടുത്തു എന്ന് സ്വയം തോന്നിയോ അല്ലെങ്കിൽ തോന്നി? അതായത് അതിൻ്റെ ഒരു ട്വിസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? അത് എന്താ വെച്ചാൽ അച്ഛനൊക്കെ മരിച്ച സമയത്ത് വല്ലാത്തൊരു വിഷമം, ഒരു ഡിപ്രഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ സ്വസ്തിക ഓളിസ്വെല്ലിലെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ, യൂട്യൂബ് അല്ല, FB പേജ്. അങ്ങനെ അതിൽ ഒരുപാട് കൃഷ്ണന്റെ കഥകൾ. പണ്ടേ എനിക്ക് ഗുരുവായൂരപ്പനാണ് എനിക്കിഷ്ടം. ഗുരുവായൂർ പോണത്, ഗുരുവായൂരപ്പന് കൃഷ്ണനാണ്. അതെ അതെ. അപ്പം ഞാൻ സ്വസ്തികയിലെ വീഡിയോസ് ഇങ്ങനെ കൃഷ്ണകഥകൾ ഇങ്ങനെ കേട്ട് എൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ അതിൽ ഓവർകം ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ കൂടുതലായിട്ട് ഭഗവാനിലേക്ക് അടുത്തു. ഏകാദശി എടുക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ സ്വസ്തിക ചാനൽ അവര് അതെ, അത് കേട്ടിട്ടാണ്. ഒരു 2 വർഷം നിർജ്ജലായിട്ട് വെള്ളമൊന്നും കുടിക്കാണ്ട് മാസത്തിൽ 2 എണ്ണം വീതം അങ്ങനെ 2 വർഷം അടുപ്പിച്ച് എടുത്തു. ഇല്ല, ഒരു വെള്ളം കുടിക്കാതെ. ഇപ്പോഴും എടുക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ മാല ജപിക്കാൻ തുടങ്ങി. ഒരുപാട് യാത്രകൾ നടത്തി അതില്. അങ്ങനെ ഒരു 4 വർഷം വെറുതെ വീട്ടിലിരുന്നതില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാനും ഭഗവാനോട് ഒരുപാട് അടുത്തു എന്ന് പറയാം. അതെ, ഭഗവാനോട് ഈ സമയത്താണോ എഴുത്തിന്റെ ഒരു ആരംഭം എങ്ങനെയാണ്? അതെ, എഴുത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരു 2-3 കവിത 3-4 എണ്ണമൊക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ അല്ല സാധാ രീതിയിലുള്ളത്. അതല്ലാതെ പിന്നെ ഞാൻ എഴുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ഈ കൃഷ്ണനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ വരികൾ ഇങ്ങനെ വരും, ഭഗവാന്റെ കണ്ണൻ്റെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലൊരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഉണ്ട്. അത് ഞാൻ ഡെയിലി തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഭഗവാന് പാലൊക്കെ വെക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മൾ കൂടുതൽ നാമം ജപിക്കുകയൊക്കെ ചെയ്തിട്ടാവും അങ്ങനെ എഴുതാനുള്ളൊരു വാസന പിന്നെ വന്നത്. അതല്ല, ഈ കൃഷ്ണന്റെ അലങ്കാര വർണ്ണന ഉച്ചപൂജയോടുള്ള അനുവദിച്ചല്ലേ കളഭം ചേർത്ത്? ഈ വർണ്ണന നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാണ്? അത് എഴുതാൻ വേണ്ടിയുള്ള ഒരു രീതിയിൽ അത് പിന്നെ അതിൽ വോയിസ് ഇങ്ങനെ അത് ഗുരുവായൂർ അമ്പലത്തിലെ കീഴ്ശാന്തി ആയിട്ടുള്ള ശ്രീ തിരുവാലൂർ ശ്രീകുമാരൻ തിരുമേനിയാണ് അതിന്റെ വോയിസ് ഇടുന്നത്. ഇപ്പൊ അത് യൂട്യൂബ് ചാനൽ ത്രൂ ആണ് കിട്ടുന്നത്. അതെ, മുന്നേ അത് വോയിസ് ആയിട്ട് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തർ അയച്ചു തന്നിട്ട് എനിക്ക് കിട്ടിയിരുന്നു അത്. പിന്നെ തിരുമേനി തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ തുടങ്ങിയതിന് ശേഷം. അപ്പൊ ആ വോയിസ് ഇങ്ങനെ കേട്ട് എന്നും ഞാൻ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു കൊറോണ ടൈമിലാണ് ഈ വോയിസ് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അതെ, ഞാൻ എഴുതാൻ തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ മാല ജപിക്കാറുണ്ട്. അപ്പം ഞാൻ ജപിക്കുന്ന മന്ത്രം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പം ഇങ്ങനെ ജപിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗുരുവായൂർ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ സർപ്പത്തിൻ്റെ ഇങ്ങനെ ഈ പത്തി വരയ്ക്കണ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. മനസ്സിലങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അന്നത്തെ ഉച്ചപൂജ അലങ്കാരം എടുത്ത് നോക്കുമ്പം അന്ന് കാളിയമർദ്ദനായിരുന്നു. അപ്പം എനിക്ക് എന്താ വല്ലാത്തൊരു സന്തോഷമാണോ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായി. അന്ന് ഞാൻ ആദ്യമായിട്ട് 2021
സെപ്റ്റംബർ 8-ാം തീയതി ആദ്യമായിട്ട് കാളിയമർദ്ദനം ഉച്ചപൂജ അത് നമ്മൾ മനസ്സിൽ കണ്ട അതായിരുന്നു പിറ്റേന്നുള്ള അലങ്കാരം. അല്ല, അന്നത്തെ ഉച്ചയ്ക്ക് അന്നത്തെ അലങ്കാരം. അപ്പൊ അന്ന് ഞാനത് എഴുതി. പിന്നെ പിറ്റേ ദിവസവും അങ്ങനെ എഴുതി. പിന്നെ അതിപ്പോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ വരെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. എത്ര ദിവസമായി ഇപ്പൊ ദിവസം കറക്റ്റ് 1120 എത്രയോ ആയിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞു. പക്ഷേ ആ അലങ്കാര വർണ്ണന ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയാണ്. അതെ, ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം. ഞാൻ എവിടെ പോയാലും ഒരു ഒത്തിരി സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വേഗം അത് അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കുമാരേട്ടൻ വിളിക്കും, ശ്രീകുമാരൻ തിരുമേനിക്ക് അയച്ചു കൊടുക്കും, കീഴ്ശാന്തിക്ക് അയച്ചു കൊടുക്കും. അപ്പൊ തിരുമേനിയുടെ ഗ്രൂപ്പിലിടും. പിന്നെ അത് 1-2 പേര് പാടുന്നുണ്ട്, അലങ്കാരം കവിതയായിട്ട് പാടുന്നുണ്ട്. നമ്മള് ഈ ഇതിന്റെ അലങ്കാര വർണ്ണന വരുമ്പോൾ ആദ്യം അത് കളപ്പച്ചാർത്ത് അവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ ഉടനെ തിരുമേനിയാണ് ഇത് ദേവസ്വം ചാനൽ ഇടുന്നത്. അല്ല, തിരുമേനി ദേവസ്വത്തിന് അയച്ചു കൊടുത്തിട്ട് ഗുരുവായൂർ ദേവസ്വം ചാനലാണ് ഇത് വരുന്നത്. അത് കണ്ടിട്ടാണ് മഞ്ജു മുരുകൻ ആറന്മുള ചിത്രം അതിന്റെ പിക്ചറൈസേഷൻ നടത്തുന്നത്. അതേ ആ വർണ്ണനയ്ക്ക് അനുസരിച്ചുള്ള ഒരു പിക്ചറൈസേഷൻ. അത് കണ്ടിട്ടാണ് ലക്ഷ്മി എഴുതുന്നത് സാഹിത്യമായി. ആ സാഹിത്യം പിന്നെ ആലാപനത്തിന് വേണ്ടി കൊടുക്കുന്നു ഭട്ടിന്. ഇത് ഒന്നാമത് ശ്രീകുമാരൻ തിരുമേനി കുമാരേട്ടന്റെ വർണ്ണന എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നമ്മൾ ശരിക്കും ഭഗവാനെ കണ്ട ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. അന്ന് നമ്മൾ പോയി തൊഴുത ഫീലിംഗ് ആണ്. അത്രയും ഭംഗിയായിട്ട് എന്തൊക്കെ അന്ന് ചാർത്തിയിട്ടുണ്ട്. അത് ആ കുമാരേട്ടനെ പറഞ്ഞാലേ നമുക്കതൊരു തൃപ്തി വരുള്ളൂ. അത് കുമാരേട്ടന്റെ വർണ്ണന അത്രയ്ക്ക് മനോഹരമാണ്. അത് കേൾക്കാൻ അത്ര രസമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും എഴുതാൻ കഴിയണത്. വർണ്ണന നമുക്ക് ഒന്ന് കേട്ടൂടെ? ഓക്കെ. കണ്ണിനു കണ്ണായ കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ, നിന്നെ കാണുവാൻ കൊതിയേറെ കണ്ണ, കാണുവാൻ കൊതിയേറെ കണ്ണ, കനവിൽ വന്നു നീ കണ്ണു പൊത്തുമ്പോൾ, കനവിൽ വന്നു നീ കണ്ണു പൊത്തുമ്പോൾ, കരങ്ങൾ നീട്ടി ഞാൻ കാത്തിരിക്കും കണ്ണ, കാത്തിരിക്കും കണ്ണ, കാത്തിരിക്കും. പൊൻവേണു ഗാനം കാതിൽ നിറയുമ്പോൾ, പൊൻവേണു ഗാനം കാതിൽ നിറയുമ്പോൾ, ഞാനതിലലിഞ്ഞു മയങ്ങിപ്പോവും, ഞാനിതിലലിഞ്ഞു മയങ്ങിപ്പോവും കണ്ണ, മയങ്ങിപ്പോവും കണ്ണ, മയങ്ങിപ്പോവും. ഇത്രയും ഭക്തിരസം തുളുമ്പുന്ന ഈ വർണ്ണന അതേപോലെ തന്നെ അതേ മാതൃകയിൽ അത്രയും ഭക്തി ഉൾക്കൊണ്ടുകൊണ്ട് മഞ്ജു വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹിത്യവും അതേപോലെ തന്നെ ഉദാത്തമാണ്. ഇനി ആലപിച്ചതാവട്ടെ മീര എന്ന കുട്ടിയുണ്ട്, കൃഷ്ണഭട്ടുണ്ട്, വിഷ്ണുഭട്ട് വെള്ളിക്കോത്ത്, പയ്യന്നൂരുള്ള മാഷാണ്. നന്നായി ആലപിക്കുന്നുണ്ട്. അദ്ദേഹം മ്യൂസിക് മാഷായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ ഈ സമയത്തുണ്ടാവുന്ന അനുഭവം എങ്ങനെയാണ്? ഇത് സാഹിത്യ ഇത് എഴുതാനിരിക്കണമല്ലോ, അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ആദ്യമൊക്കെ ഞാനിങ്ങനെ എഴുതുമ്പം ആരും പാടാറൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത കൃഷ്ണന്റെ കവിതകൾ അപ്പൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് ഒരു പാട്ടെങ്കിലും ഒന്ന് പാടി കേട്ടിരുന്നെങ്കിൽ ഭഗവാനെ വിചാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-25 കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മീര FB-യിൽ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ മീരയാണ് എന്ന് പറഞ്ഞിട്ട്. മീരയ്ക്ക് ആരോ ഗ്രൂപ്പിൽ നിന്ന് ഈ കവിത കൊടുത്തതാണ്. അങ്ങനെ മീര പിന്നെ അന്ന് തൊട്ടിട്ട് മീര മുടങ്ങാതെ ഡെയിലി ഞാൻ എഴുതി കഴിഞ്ഞാൽ കുമാരേട്ടന് അയച്ചു കൊടുക്കും, ആ കൂടെ തന്നെ മീരയ്ക്കും അയച്ചു കൊടുക്കും. മീര ഡെയിലി പാടാൻ തുടങ്ങി, പാടി എനിക്ക് അയച്ചു തരും. പിന്നെ അവളുടെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ടായിരുന്നു. പിന്നെയാണ് മാഷ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തിട്ട് പാടാൻ തുടങ്ങിയത്, വിഷ്ണുഭട്ട് മാഷ്. വളരെ തിരക്കുള്ള ആളാണ്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെയൊക്കെ കച്ചേരികളൊക്കെ നടത്തുന്ന സാറാണ്. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ
പാടിത്തരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ ഗാലറിയിൽ നിറഞ്ഞു ആ വീഡിയോ ആക്കിയിട്ട് ഇത് പോയി പോകുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മുന്നേ ഒരു ലക്ഷ്മി ജി നായർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ അമ്മയ്ക്ക് രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. അത് ജസ്റ്റ് ആ രാമായണം മാത്രം ഇട്ടിട്ടേ ഉണ്ടായിരുന്നല്ലോ. അതിൽ പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പാടുന്ന പാട്ട് പോവാതിരിക്കാൻ യൂട്യൂബിലിട്ടാൽ അത് അവിടെ എന്നും കാണാമല്ലോ. അങ്ങനെ ഞാനത് ആ യൂട്യൂബ് ചാനലിൽ ഇടാൻ തുടങ്ങി ഈ വർണ്ണനകൾ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു 1000 ദിവസം ആയാലും ഭഗവാനെ ഇത് ഞാൻ ഗുരുവായൂരപ്പൻ എന്ന പേര് മാറ്റും എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് 1000 ദിവസമല്ല 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആയ അപ്പൊ തന്നെ ഞാനത് ലക്ഷ്മി ജി നായർ മാറ്റി ഗുരുവായൂരപ്പൻ ഇപ്പൊ അതിൽ 10,000-ന്റെ അടുത്ത ആൾക്കാരുണ്ട്. 1.5 വർഷമായി. ശരി. ഇപ്പോൾ അതിലാണ് അപ്പൊ അവർ രണ്ടുപേരും പാടുന്നതും ഞാൻ വീഡിയോ ആക്കിയിട്ട് ഈ ഇതിലിടും, ഈ ചാനലിലിടും. പിന്നെയാണ് ഈ ഓൾ ഈസ് വെല്ലുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് യാത്രകൾ ഒരുപാട് നടത്തി. അതെ അതെ, അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡിപ്രഷനിൽ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്വസ്തികയിലെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തതെന്ന് പറഞ്ഞില്ലേ. അപ്പം തിരുവനന്തപുരം ഇസ്കോണിലൊരു ജഗത്സാക്ഷി പ്രഭുജി ഉണ്ട്, ഇസ്കോൺ. അവരുടെ കൂടെയാണ് ഞാനും സ്വസ്തികയും യാത്രകൾ നടത്തിയിരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലം ഈ 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ വൃന്ദാവനം, ദ്വാരക, ബദരീനാഥ്, കുറേ സ്ഥലങ്ങൾ പോയി. അപ്പം അതിൽ ഞാൻ ഈ സ്വസ്തികയിലെ വീഡിയോസ് കൂടെ വൃന്ദാവനത്തിനെ പറ്റിയിട്ട് ഒരുപാട് ലൈവ് വീഡിയോസ് ഇടുമായിരുന്നു. അവർ പോണ സ്ഥലത്ത് ആ ടൈമിലുള്ള അങ്ങനെ നിധിവനം, ബാണ്ടീരവനം, വൃന്ദാവനത്തിൽ അങ്ങനെ വൃന്ദാവനം എന്താന്ന് ഞാൻ അറിഞ്ഞത് സ്വസ്തികയിലെ വൃന്ദാവനത്തിൽ പോയ വീഡിയോസ് കേട്ടിട്ടാണ്. അതൊക്കെ എനിക്കിങ്ങനെ വൃന്ദാവനത്തിൽ പോകണം, അവിടെ ഭഗവാൻ കളിച്ചു വളർന്ന സ്ഥലം, രാധാറാണിയായിട്ട് നടന്ന സ്ഥലം, ഓടക്കോയിൽ വിളിച്ച സ്ഥലം, കാളിന്തി എല്ലാം ഉണ്ട്, ഗോവർദ്ധന പർവ്വതം. അപ്പം ഇങ്ങനെ കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും പോയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് സ്വസ്തികേൻ്റെ കൂടെയാണ് ഞാൻ ഇസ്കോണിൻ്റെ കൂടെ നമ്മൾ വൃന്ദാവനത്തിൽ പോയി. പക്ഷെ വൃന്ദാവനം എന്താണെന്നറിഞ്ഞ് പോയപ്പോഴാണ് ശരിക്കും വൃന്ദാവനത്തിലെത്തിയപ്പോൾ നമുക്ക് ശരിക്കും ഭഗവാനും രാധാറാണിയും അവിടെ ഉണ്ട്, നമുക്ക് ആ ഒരു ഫീൽ അവിടെ നിന്ന് കിട്ടി. പിന്നെ യമുനാ നദിയിൽ കുളിച്ചു. പിന്നെ അതുപോലെ ഗോവർദ്ധനം പരിക്രമണം എന്ന് പറഞ്ഞാൽ 21 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. അത് ഞങ്ങൾ രാവിലെ ഒരു 6:30-ക്ക് നടക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം 6:45-നാണ് അത് ഫുൾ പരിക്രമണം ചെയ്തിട്ട് തീർന്നത്. സാധാരണ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നടക്കുമ്പോഴേക്കും നമുക്ക് കാലുവേദന അങ്ങനെ നടക്കാൻ വിഷമം ആവുന്നതാണ്. പക്ഷേ എനിക്കറിയില്ല, അത് ഭയങ്കര ഒരു അത്ഭുതം. ഫുൾ അതെ, രാവിലെ 6:30-ക്ക് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് 6:45-നാണ് ഗോവർദ്ധനം ഫുൾ പരിക്രമണം ചെയ്ത് കഴിഞ്ഞത്. പിന്നെ 2 പ്രാവശ്യം വൃന്ദാവനത്ത് പോയി. അല്ല നിരപ്പായിട്ടുള്ള സ്ഥലം, മണല് പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല വെയിൽ, നമ്മൾ നടന്ന് വരുമ്പോൾ 12-1 മണിയൊക്കെ മണലാണ്. അപ്പം ചെരുപ്പിടാണ്ട് അതെ നല്ല ചൂടാവും കാല്. അങ്ങനെയാണ് നടന്നിരുന്നത്. അപ്പം ഞാൻ നടക്കാൻ തുടങ്ങുമ്പോഴേ വിചാരിച്ചു, കൃഷ്ണ എൻ്റെ കൈ പിടിച്ച് നടത്തിക്കണേ, അല്ലാതെ നമുക്ക് ഇത് മുഴുവൻ പകുതിക്കിൽ വെച്ചിട്ട് നമുക്കത് ഇതാവുമ്പോൾ വിഷമല്ലേ. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പോയി. അപ്പം ചോട്ടാ പരിക്രമണം എന്ന് പറയും, അതിൻ്റെ 9 കിലോമീറ്റർ അതാണ് ചെയ്തത് 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ. ഇനിയും വൃന്ദാവനത്തിൽ പോകണം ആഗ്രഹമുണ്ട്. അതെ, എവിടെ പോവുകയാണെങ്കിലും ഇല്ല, എഴുതിയിട്ടേ കിടന്നുറങ്ങുള്ളൂ. അത് ഭഗവാന് സമർപ്പിക്കണ പോലെ ഒരു ഇതായിട്ട് ചെയ്യും. വർണ്ണന എഴുതാനിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും കാണുകയാണ്. നമ്മൾ വർണ്ണന കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ ഉണ്ണിക്കണ്ണനെ നേരിട്ട് കാണുന്ന ഒരു പ്രതീതിയാണ് എഴുതുമ്പോൾ. ആ സമയത്തുണ്ടാവുന്ന അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടോ? ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എഴുതാൻ എങ്ങനെ തുടങ്ങും, എന്താ എഴുതുക എന്നുള്ളൊരു പിന്നെ വർണ്ണ അലങ്കാരം തന്നെ വരാറുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ കൃഷ്ണൻ കൂടെ ഉള്ള പോലെ ആ എഴുതി കഴിയണ വരെ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെ എത്ര എവിടെയാണെങ്കിലും രാത്രി 11 മണിക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലപ്പം ബദരീനാഥിലൊക്കെ ഞങ്ങൾ യാത്ര പോയപ്പോൾ അവിടെ ഇത് നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാർവതിയാണ് എനിക്ക് ഹോട്ട്സ്പോട്ട് ചെയ്ത് അങ്ങനെ നെറ്റൊക്കെ തന്ന്. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ, വിരലൊന്നും ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര തണുപ്പായിരുന്നു. പക്ഷെ അത് എഴുതി അയച്ചു കൊടുത്തിട്ടാണ് അവിടുന്ന് അങ്ങനെ കിടന്നതൊക്കെ. അങ്ങനെയാണ് ചെയ്യാറ് എപ്പോഴും. ഈ സമയത്ത്
നമ്മളെ യാത്രകൾ കൂടെ കൂടെ ചെയ്യുകയും ഭഗവാനിലേക്ക് കൂടെ കൂടെ അടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു 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 ഉല്ലാസം, അത് ഈ ലൗകികം അലൗകികം എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു അവിടെ വരുന്ന ഒരു ക്ലാഷ് നടക്കാറുണ്ടോ? അങ്ങനെ ക്ലാഷ് ആയിട്ടില്ല. കാരണം നമ്മളെ കടമകൾ നമ്മൾ ചെയ്യണമല്ലോ. ഞാനൊരു കുടുംബിനിയല്ലേ, അപ്പം കുട്ടികളുടെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വാഷ് ചെയ്യണ സമയത്താണെങ്കിലും എന്ത് ചെയ്യണ സമയത്താണെങ്കിലും നമുക്ക് നാമം ജപിക്കാമല്ലോ. നാമം ജപിക്കുന്നതിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പം അമ്പലങ്ങളിൽ പോണേക്കാളും അധികം നമുക്ക് മനസ്സിൽ ഇങ്ങനെ നാമം ഇഷ്ടം പോലെ ജപിക്കാം. ഞാൻ മാലയിൽ ഇങ്ങനെ ജപിക്കാറുണ്ട്, അല്ലാതെയും ഓം നമോ നാരായണായാലും അങ്ങനെ ജപിക്കാറുണ്ട്. അപ്പം പിന്നെ ഒരു ദിവസം ഇതേപോലെ ഞാനങ്ങനെ നാമം ജപിക്കുന്ന സമയത്ത് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഇറങ്ങിയ മുന്നിൽ ഇങ്ങോട്ട് ഇറങ്ങി നിന്ന പോലെ അതോ എന്താ പറയുക, ആരെങ്കിലും വിശ്വസിക്കുക എനിക്കറിയില്ല, ആ ഒരു തോന്നല്. അപ്പം ഇനി എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ഈ ചിറകടിക്കുന്ന ഇങ്ങനെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു ചിറകടിക്കണ സൗണ്ട്. അപ്പം ഞാൻ അന്ന് എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോട്ടയ്ക്കിൽ എവിടെയോ പോയിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ആ കുമാരേട്ടൻ്റെ വർണ്ണന വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് നോക്കുമ്പോൾ അന്ന് ഗജേന്ദ്രമോക്ഷമാണ്. അപ്പോൾ അതിൽ കുമാരേട്ടൻ വർണ്ണിക്കുന്നുണ്ട് സ്പീഡിൽ വേഗത്തിൽ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് വന്നിറങ്ങി രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കതിങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, മനസ്സിലിങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നുകയാണ്. അപ്പം ഭഗവാൻ തോന്നിപ്പിച്ചതാണ് എന്ന് വിചാരിക്കും ഞാൻ. അല്ല, ആ സംഭവം നമുക്ക് തോന്നുകയും ആ ദിവസം അതാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം വലിയ തന്നെ. അതെ, ചില ദിവസമൊക്കെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ആവാറുണ്ട്. അങ്ങനെ വരും, ഇടയ്ക്ക് വരും. പിന്നെ ഈ വർണ്ണന അല്ലാതെ കവിതയും എഴുതിയിട്ടുണ്ട്. ഒരു 100-100-ലധികം ഒക്കെ ഉണ്ടാവും. അതും എല്ലാം ഭക്തിരസപ്രധാനമാണ്. ഒക്കെ മെയിനായിട്ട് കൃഷ്ണന്റെയാണ് കൂടുതലായിട്ട്. കൃഷ്ണന്റെ തന്നെയാണ് അത്. നമുക്ക് ലക്ഷ്മിജി നായർ എഴുതിയ ഒരു കവിത ആസ്വദിക്കാം. ഗുരുവായൂരമ്പലത്തിൽ മനമങ്ങു ചെന്നെത്തി തിരുനട തുറന്നപ്പോൾ കണ്ടു ഞാൻ ഭഗവാനെ ഗുരുവായൂരപ്പനെ. ഗുരുവായൂരമ്പലത്തിൽ മനമങ്ങു ചെന്നെത്തി തിരുനട തുറന്നപ്പോൾ കണ്ടു ഞാൻ ഭഗവാനെ ഗുരുവായൂരപ്പനെ. ആനന്ദമായല്ലോ മിഴികൾ നിറഞ്ഞല്ലോ എങ്കിലും കണ്ടു ഞാൻ വാതാലയേശനെ. ലക്ഷ്മി, നമ്മൾ നാമം ജപിക്കുമ്പോഴും ജപമാല ഉപയോഗിച്ച് നാമം ജപിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജപമാല ഉപയോഗിച്ച് നമ്മൾ 108 മുത്താണ് ഒരു ജപമാലയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ആക്കിയിട്ടാണത് ജപിക്കുക. അത് ഞാൻ ജപിക്കുന്ന മന്ത്രം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, അതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ദേവനെയോ നമശിവായോ ദേവി വേറെ ഏത് ദേവി ദേവന്മാരുടെ മന്ത്രവും ജപിക്കാം. ഇതുപയോഗിച്ച് ജപിക്കാം. ഇത് തുളസിമാല ആയതുകൊണ്ട് ഇനി നമശിവായൊക്കെ ജപിക്കുമ്പോൾ അധികം ആൾക്കാരും രുദ്രാക്ഷമാലയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കൃഷ്ണന്റെ നാമമാണ് ഇതിൽ ജപിക്കുന്നത്. പിന്നെ ഏത് ഇഷ്ടപ്പോൾ ദേവീനെയാണ് ഇഷ്ടമെങ്കിൽ ദേവീൻ്റെ നാമം ജപിക്കാം. നമുക്ക് എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രയും, കാരണം ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും. മാലയുടെ ഒരു ചംക്രമണം 108 അതില് 108 ബീഡ്സ് ആണ് അതൊരു മാലയിൽ ഉണ്ടാവുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ നമ്മളെ കർമ്മബന്ധമായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവുന്നല്ലേ പറയാം. അപ്പം അതാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തീവ്രത കുറച്ച് കൊണ്ടുവരാൻ ഈ നാമജപത്തിന് പറ്റും. അങ്ങനെ കുറഞ്ഞ് നമ്മൾ മരിക്കുമ്പോഴേക്ക് ഏകദേശം അതിന്റെ ഇത് കുറഞ്ഞു വരും. നമ്മൾ മാക്സിമം അതെ ഒഴിവാക്കിയിട്ട്. പിന്നെ എന്താ വെച്ചാൽ മനസ്സിന് ഭഗവാനിലേക്ക് അടുക്കുമ്പോഴുള്ള പ്രധാന സംഗതി എന്താ വെച്ചാൽ വേറെ എന്തൊക്കെ ഒരുപാട് ടെൻഷൻസ് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്നാലും മനസ്സ് നല്ല സ്മൂത്തായിട്ട് മൈൻഡ് റിലീഫ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് എല്ലാത്തിനും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഒരു വിശ്വാസം. അതെ,
അതാണ്. അപ്പം നമുക്കൊരു ആനന്ദമാണ്. ഞാൻ രാവിലെ ഭഗവാനെ ഒരുക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനോട് സംസാരിക്കും, ഭഗവാനെടുത്ത് മടിയിൽ വെക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും ഒക്കെ ചെയ്യും. കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും സത്യത്തിൽ ഭഗവാനോട് സംസാരിക്കാം. ആരും കേൾക്കില്ല. അപ്പം നമുക്ക് മനസ്സിനൊരു ആശ്വാസമാണ്. അല്ല, ഈ കലുഷിതമായ കാലഘട്ടത്തിൽ ഇത് വലിയൊരു ആശ്വാസമാണ് മനുഷ്യ മനസ്സിന്. അതിനെയാണ് എല്ലാവരും അനുവർത്തിക്കേണ്ടത്. ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് വലിയൊരു കാര്യം. ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓരോ കാര്യം നമ്മൾ ഭഗവാനെ ഗുരുവായൂർ പോകണമെന്ന് വിചാരിക്കുമ്പം അങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റാറുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എന്താ പറയാ ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് എത്തപ്പെടുകയാണ്. അത് ആ വിശ്വാസത്തോടുള്ള ദൃഢമായ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലാവും. അതെ അതെ. ഇനിയിപ്പം നമ്മള് ഗീതം ഒന്ന് നമ്മൾ കേട്ടു, ഒരു ഗീതം കൂടി കേൾക്കാം. കണ്ണനോടിന്നൊന്നു ചൊല്ലണം, ഉള്ളത്തിലുള്ളൊരാനൊമ്പരം ഏറെ നാളായി കാത്തിരിപ്പൂ ഞാൻ, കാതിലായൊരു കൂട്ടം ചൊല്ലുവാൻ. കണ്ണനോടിന്നൊന്നു ചൊല്ലണം, ഉള്ളത്തിലുള്ളൊരാനൊമ്പരം ഏറെ നാളായി കാത്തിരിപ്പൂ ഞാൻ, കാതിലായൊരു കൂട്ടം ചൊല്ലുവാൻ. അതേപോലെ നമ്മള് ഇപ്പൊ ഒരുപാട് ശ്ലോകങ്ങളും ഒരുപാട് സംഗതികളുണ്ട്. ഹൈന്ദവ പുരാണങ്ങളിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാസ്റ്റായിട്ടുള്ളൊരു സംഭവം. നമുക്ക് വളരെ ലളിതമായി എത്രയും പെട്ടെന്ന് ജപിക്കാവുന്ന, നമുക്ക് ആശ്വാസം റിലീഫ് കിട്ടാവുന്ന മന്ത്രങ്ങൾ. അങ്ങനെ നോക്കിയാൽ നാരായണീയം, മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് എഴുതിയ നാരായണീയത്തിലെ 8ാം ദശകത്തിലെ 13ാമത്തെ ശ്ലോകം, അത് നമുക്ക് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അത് ഇപ്പം മാലയിൽ തന്നെ നമുക്ക് ജപിക്കാം 108 പ്രാവശ്യം. അത് ഡെയിലി ഇപ്പം 3 പ്രാവശ്യം രാവിലെ, 3 പ്രാവശ്യം വൈകുന്നേരം, അങ്ങനെയൊക്കെ ജപിക്കുക. ഇനി ആർക്കെങ്കിലും നമുക്കത് വേണമെങ്കിൽ അവരുടെ നാളും പേരും പറഞ്ഞിട്ടും നമുക്ക് ആ മന്ത്രം ജപിക്കാം. അങ്ങനെ അത് വളരെ ക്യാൻസർ വരെ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ നാരായണീയത്തിൻ്റെ പവർ ഉള്ളതാണ്. അതെ, ഒരു നാരായണീയത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ശോഭ ടീച്ചറുണ്ട് പാലക്കാട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അന്ന് മുതൽ ഞാൻ ഈ ശ്ലോകം ദിവസേന ചൊല്ലുന്നുണ്ട്. അത് ഞാൻ ചൊല്ലാം. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്താപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്തിവാദാലയ വാസവിഷ്ണു. ഇതാണ് ഈ ശ്ലോകമാണത്. അപ്പം ഇത് ശരിക്കും നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചൊല്ലാം. ഇപ്പോൾ ഒരു ധന്വന്തരി മന്ത്രം പോലെ വെച്ചാൽ ഒരു ഭഗവാന്റെ നമുക്ക് അസുഖങ്ങൾ രോഗശാന്തിയാണ് ഇതിൻ്റെ ഫലം. നല്ലതാണ്. ഇത് ഇപ്പൊ ഈ മാലയിൽ ജപിക്കുക. 108 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ നമുക്കൊരു കണക്ക് കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. മാലയിൽ ജപിക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. നല്ലതാണ്. അതെ, അസുഖങ്ങൾക്കൊക്കെ നല്ലതാണത്. നമ്മുടെ ഇത് ഒന്നാമത് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിലേക്ക് എത്തിപ്പെടുമ്പം ഉള്ളൊരു പേടി, ഇത്രയും വാസ്റ്റായി നിൽക്കുന്ന ഏത് വായിക്കണം, എവിടെ തുടങ്ങണം, എന്തൊക്കെ എന്നുള്ള ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ മിക്കവാറും നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പം ഭഗവത്ഗീത ഗീതയിലെല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ അതും പോലും മുഴുവൻ ഹൃദിസ്ഥമാക്കാത്ത നമുക്ക് പറ്റിയിട്ടില്ല, പലർക്കും പറ്റിയിട്ടില്ല, ആർക്കും പറ്റില്ല. അത്രയും ഉണ്ടല്ലോ. അപ്പൊ ഇതിന്ന് ഒരു ലളിതമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾ അതെങ്കിലും ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് ഇനി നാമങ്ങളൊന്നും അറിയില്ലെങ്കിലും കണ്ണടച്ചിരുന്നിട്ട്, പിന്നെ എന്താ വെച്ചാൽ നാമം നമുക്ക് ഓം നമോ നാരായണായ ചെല്ലല്ലോ, അപ്പൊ ഒക്കെ നമ്മൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
മാനസപൂജ പറയില്ലേ, നമുക്ക് ഗുരുവായൂരെത്താം, എന്താ പറയാ, ഭഗവാന്റെ വിഗ്രഹത്തില് തുളസിപ്പൂ മാല ഇടുക, പാദത്തിൽ പൂവിടുക, അതൊക്കെ ചെയ്യല്ലോ. നമ്മൾ കണ്ണടച്ചിട്ട് നമുക്കിങ്ങനെ വിചാരിക്കാം. അപ്പൊ നമ്മളെ ചിന്തകൾ ഡൈവേർട്ടായി പോവില്ല, കോൺസെൻട്രേഷൻ കിട്ടും. അല്ലെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പം നാമം ചെല്ലുമ്പോൾ നമ്മളെ ചിന്തകൾ ഇങ്ങനെ മാറി മാറി പോവും, ഇതിന്ന് കോൺസെൻട്രേഷൻ പോവും. അപ്പം നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെല്ലാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ആ ഭഗവാന്റെ പാദം ചിന്തിച്ചിട്ടോ അങ്ങനെ. അല്ല, നമുക്ക് മനസ്സിൽ ആലോചിക്കുന്നത് നമുക്ക് സംഭവിക്കുന്നുള്ള ഒരു കാരണം പണ്ട് കാരണന്മാരോ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും. ഇത് തന്നെയാണ് നമ്മൾ ഒന്നിലേക്ക് ഏകാഗ്രമായി ചിന്തിക്കുകയാണെങ്കിൽ അത് അനുഭവിച്ചറിയാൻ പറ്റും. അത് സത്യം തന്നെയാണ്. ആനന്ദാണ് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആനന്ദം. എന്നെ ഇതിലേക്ക് എത്തിച്ചത് പറയാണ്ടിരിക്കാൻ വയ്യ, എന്റെ കൂട്ടുകാരി പാർവതി സ്വസ്തിക ആണ്. സ്വസ്തിക കണ്ട് പിന്നെ ഞാൻ സ്വസ്തികനെ പരിചയപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ യാത്രകളും പോണത്. അങ്ങനെയാണ് ഞാൻ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്തത്. അതാണ്. ഇനി ഇന്നത്തെ എഴുത്ത് കഴിഞ്ഞോ? ഇല്ല, ഇനി ഉച്ചയ്ക്ക് വർണ്ണന വന്നു കഴിഞ്ഞാൽ സന്ധ്യ സമയം ചിലപ്പോ ഫ്രീ ആണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ തന്നെ എഴുതും. ഏതായാലും ഈ ഒരു എന്താ പറയാ, ഇത് വല്ലാത്തൊരു അനുഭവം തരുന്ന ഒരു രീതിയല്ലേ. കാരണം എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ വർണ്ണിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം വിടാതെ എഴുതുക എന്ന് പറയുമ്പോൾ, ഇപ്പം നമുക്ക് ഗുരുവായൂർ പോകണമെന്ന് തോന്നിയാൽ നമ്മളൊന്ന് പോകും. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് പോകുന്ന 2 മാസം കഴിഞ്ഞിട്ട് പോകും, അങ്ങനെ പോവുള്ളൂ. ഇത് എല്ലാ ദിവസവും ഒരു ശ്ലോകം, ഒരു വർണ്ണന ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് എഴുതുകയാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അതാണ്. തീർത്തും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. അല്ലാണ്ട് ഞാൻ വലിയ എഴുത്തുകാരി. ഈ മേഖലയിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറൊരു ശ്രീദേവി ടീച്ചർ എഴുതുന്നുണ്ട് വളരെ നന്നായിട്ട്. പ്രാസം ഇത് അലങ്കാരമൊക്കെ വെച്ചിട്ട് എഴുതുന്നുണ്ട്. അതെ, കൃഷ്ണ ഗ്രൂപ്പില് കുമാരേട്ടന് ഇടാറുണ്ട്. അവരിപ്പോ ഇത്രയും ദിവസമായിട്ടുണ്ടാവും? അവര് എന്നെക്കാളും കുറച്ചും കൂടെ ദിവസമായി. എന്നെക്കാളും മുന്നേ എഴുതാൻ തുടങ്ങിയ ടീച്ചറാണ്. വളരെ നന്നായിട്ട് ടീച്ചർ എഴുതും. അതും കുറച്ച് പേരൊക്കെ പാടുന്നുണ്ട്. ഇനി കുടുംബത്തെ പറ്റി പറഞ്ഞില്ല. കുടുംബം അച്ഛനും അമ്മേൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഹസ്ബൻഡ് മധുസൂദനൻ, മക്കള് തേജസ്, ഉജ്വൽ. തേജസ് വയനാട്ടിലാണ്, അവൻ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇപ്പോൾ PG ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ആള് BMMC കഴിഞ്ഞതാണ്, ഭവൻസിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. സ്വന്തമായിട്ട് എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി ഒക്കെ ഓഫീസ് ആ മേഖലയിലാണ്. ആള് കല്യാണം കഴിച്ചിട്ടുണ്ട്. അശ്വതിയാണ്, SBI തിരൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. മനസ്സിൻ്റെ ഒരു ദൃഢതയ്ക്ക് കൃഷ്ണൻ എന്നും നമുക്ക് അനുഗ്രഹമായി ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. എന്നെ ഈ ചാനലിലേക്ക് വിളിച്ച ഹരിദാസേട്ടന് പ്രത്യേകം നന്ദി. ചാനലിലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ജയ് ഗുരുവായൂരപ്പ.